ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു തണുപ്പ് സമയത്ത് മാവ് പുളിച്ചു പൊങ്ങാനും അതുപോലെ തന്നെ ദോശ ഇഡ്ഡലിയുടെ മാവൊക്കെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആവാനുമുള്ള കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ദോശയാണ്. ദോശയ്ക്കുള്ള മാവ് അരയ്ക്കുമ്പം ഈ തണുപ്പാകുമ്പോൾ പുളിച്ചു പൊങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഞാൻ 1 ഗ്ലാസ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന് ഞാൻ ഉഴുന്നും അരിയും സെപ്പറേറ്റ് ആണ് കുതിർത്ത് വെക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉലുവായും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ഈ 1 ഗ്ലാസ് ഉഴുന്നിന് നമുക്ക് എത്ര അരിയാണ് എടുക്കുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. 1 ഗ്ലാസ് ഉഴുന്നിന് ഞാൻ എടുക്കുന്നത് 1.5 ഗ്ലാസ് പച്ചരിയാണ്. നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. റേഷൻ കടയിലെ പച്ചരിയോ അല്ലാതുള്ള പച്ചരിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിതിപ്പം പച്ചരി പുറത്തുനിന്ന് മേടിച്ചാണ്. റേഷൻ കടയിൽ നിന്ന് വാങ്ങിയത് തീർന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പുറത്തുനിന്ന് പച്ചരി മേടിച്ചത്. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് പച്ചരി ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു 1.5 ഗ്ലാസ് പച്ചരിയുടെ കൂടെ നമുക്ക് വേണ്ടത് ചാക്കരിയാണ്. അതും സെയിം അളവിൽ തന്നെ 1.5 ഗ്ലാസ് ചാക്കരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാക്കരിക്ക് പകരം നിങ്ങൾക്ക് ചമ്പാവരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ചമ്പാവരി ഇല്ല, ഞാൻ എടുക്കുന്നത് ചാക്കരിയാണ്. രണ്ടാണേലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊരു 6 തൊട്ട് 8 മണിക്കൂർ വരെ വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അതിന് ശേഷം 8 മണിക്കൂറിന് ശേഷം നമുക്കെടുക്കാം. അപ്പോൾ നമ്മളിത് കുതിർക്കാൻ വെച്ചിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇവിടെ കഴുകി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്ന് മാത്രമായിട്ടാണ് നമ്മൾ ഫസ്റ്റിൽ അരച്ചു കൊടുക്കുന്നത്. ഈ കൂട്ടത്തിൽ നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഉഴുന്നിവിടെ നന്നായിട്ട് ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഫുള്ളും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉഴുന്ന് ഫുള്ളും ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതേ ആ ഒരു മിക്സി ജാറിലേക്ക് നമ്മളിവിടെ അരി ഇവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒറ്റ ട്രിപ്പായിട്ട് ഇടാൻ പറ്റത്തില്ല. നമ്മൾ 2 ട്രിപ്പായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദോശയ്ക്കാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കുക, ഇഡ്ഡലിക്കാണെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് വേണം അരയ്ക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ദോശയ്ക്കാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് 2 ട്രിപ്പായിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അരി ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഈ ഒരു ഉഴുന്നരച്ചതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ കുറച്ച് അരി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞത് ചോറാണ്. 1 തവി ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെള്ള ചോറ് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലൊരു കളറ് കിട്ടുന്നതായിരിക്കും. ചമ്പാവരി ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാനിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറൂടെ കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് വെള്ളമെല്ലാം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം. നമ്മൾ ആ ഒരു മിക്സിയിൽ അരച്ചില്ലേ, ആ അരച്ചതിൻ്റെ ആ ഒരു ചൂട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് അരമണിക്കൂർ മാറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് എടുക്കാം. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നമ്മുടെ ആ ചൂടോടുകൂടി അടച്ച് വെച്ചതിൻ്റെ ആ ഒരു വെള്ളമാണ്, നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ ആ ഒരു ചൂടാണ്. അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അരമണിക്കൂർ മാറ്റി വെക്കാൻ പറഞ്ഞത്. ഇനി നമ്മുടെ ഈ ഒരു മാവ് അധികം പുളിച്ച് പൊങ്ങാതെ, എന്നാൽ ആവശ്യത്തിന് പുളിക്കണം. തണുപ്പാകുമ്പോൾ നമുക്ക് പുളിച്ച് പൊങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പുളിച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ഓവറായിട്ട് പുളിച്ച് കയറി ഭയങ്കര പുളിയാണെങ്കിൽ നമുക്ക് ദോശ ഇഡ്ഡലിയും കഴിക്കാനൊന്നും ഒരു ടേസ്റ്റും കാണത്തില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് പുളിച്ച് കയറും. ഒരു 3-4 ദിവസം വരെയും നമുക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ കണ്ട് ഈ മാവ് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കിട്ടും. ഓവർ പുളിയാവത്തില്ല. എന്നാൽ അത്യാവശ്യം നമുക്ക് തണുപ്പ് സമയമാണെങ്കിലും പുളിച്ച് കയറണമല്ലോ. സാധാരണ തണുപ്പൊക്കെ ആവുന്നുണ്ടെ 6-8 മണിക്കൂറൊക്കെ കഴിഞ്ഞാലും പുളിക്കത്തില്ല. അപ്പോൾ അങ്ങനെ പുളിച്ച് കയറാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ട, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നവരാണല്ലേ. തേങ്ങ ഉപയോഗിക്കാത്ത ഒരൊറ്റ വീട് പോലും കാണത്തില്ല. അതിൽ നിന്ന് ഞാനിവിടെ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഡയറക്റ്റ് അങ്ങ് വെക്കുകയല്ല ചെയ്യുന്നത്. ഈ ഒരു തേങ്ങയുടെ ബാക്കിൽ ആ ഒരു കറുത്ത ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം, കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം.
ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ കട്ട് ചെയ്ത് കഴുകിയെടുത്താണ്. ഇതുപോലെ നീളത്തിൽ വേണം, കുറച്ച് വീതിയിൽ, ഇത്രയും വീതിയില്ല, ഇതിൻ്റെ പകുതി ആയാലും കുഴപ്പമില്ല. ഇതേപോലെ നീളത്തിലെടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇതേപോലെ കൊന്ന് ഇട്ട് വെക്കുക. കണ്ടില്ലേ? ഇതേപോലെ കൊന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കുറച്ചുകൂടെ നീളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം ഇതുപോലൊന്ന് മുങ്ങി മോൾവശം കുറച്ചൊന്ന് ഇതുപോലൊന്ന് പൊങ്ങിയിരിക്കത്തക്ക രീതിയിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 6 കഴിഞ്ഞ് 8-10 മണിക്കൂർ നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. 6 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ, അതിൽ കൂടുതൽ ഒട്ടും ആയിട്ടില്ല. 6-8-10 മണിക്കൂർ നിങ്ങൾക്ക് വെക്കാം. മിനിമം ഒരു 6 മണിക്കൂറാണ് വെക്കേണ്ടത്. അപ്പം ഞാനിവിടെ നിങ്ങളെ ഒന്ന് തുറന്ന് കാണിക്കാം. നമ്മുടെ മാവ് നല്ലപോലെ പുളിച്ച് കയറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഫുള്ള് വേണമെങ്കിലും വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വേണമെങ്കിലും വെക്കാം. അതുപോലെ രാത്രിയിൽ ഒത്തിരി പുളിച്ച് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ശേഷം ഫ്രിഡ്ജിനകത്ത് വേണമെങ്കിലും വെക്കാം. അപ്പം നമ്മളിനി ഈ ഒരു മാവ് ഇതിനകത്ത് നമ്മളൊരു തേങ്ങയുടെ പീസ് ഇട്ടിട്ടുണ്ടല്ലോ, അത് ഇതാ ഇവിടെ കിടപ്പുണ്ട്. അത് നമുക്കിതിന് മേളിലോട്ട് എടുക്കാം. ഈ ഒരു തേങ്ങയുടെ ഈ ഒരു പീസ് നമ്മൾ ഇതിലിട്ടെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ദോശയ്ക്ക് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല. ഈ ഒരു മാവ് കാരണം ഓവറായിട്ട് പുളിക്കത്തുമില്ല. അതുപോലെ തന്നെ ദോശയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക. അതുപോലെ നമ്മൾ ആവശ്യത്തിനുള്ള മാവ് നമുക്ക് എടുത്തതിന് ശേഷം വേറൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കാവുന്നതാണ്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതേപോലുള്ള ഒരു തേങ്ങാ കഷ്ണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലുള്ള ആ കറുത്ത ഭാഗം കളഞ്ഞിട്ട് വേണം. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഈ തേങ്ങ കഴുകി നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഇഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം ഇനി നമ്മൾ മാവ് എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഈ ഒരു തേങ്ങാ കഷ്ണം വെക്കേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. ഉപ്പിട്ട് നമ്മൾ രാവിലെ പിന്നെ എടുക്കാനുള്ള മാവിൽ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ദോശ തയ്യാറാക്കാവുന്നതാണ്. മാവ് പുളിച്ചു പോകുക മാത്രമല്ല ഓവറായിട്ട് പുളിക്കത്തുമില്ല. ആ ഒരു ഓവറായിട്ട് പുളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തേങ്ങ അതെല്ലാം പിടിച്ചെടുക്കുന്നതായിരിക്കും. അതുപോലെ ദോശ ചുട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇഡ്ഡലി ആണെങ്കിലും അതുപോലെ തന്നെയാണ്. ഇനി ഞാൻ നിങ്ങളെ ഈ ദോശയൊന്ന് ചുട്ടൂടെ കാണിക്കാം. നിങ്ങൾ പ്ലാസ്റ്റിക് പാത്രത്തിനകത്താണ് പകുതി മാവ് എടുത്ത് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ദോശ ഒരെണ്ണം ഒന്ന് ചുട്ട് കാണിക്കാം. ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പഞ്ഞി പോലത്തെ ദോശയായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക്. അപ്പോൾ ഈ ഒരു മഴ സീസണിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല അധികം പുളിയൊന്നും ഇല്ലാത്ത ആവശ്യത്തിന് മാത്രം പുളിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു മഴ സമയമാകുമ്പോൾ ചൂട് ദോശ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഴയാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഇതുപോലെ മഴയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.